അഡ്വക്കേറ്റ് അസ്കർ, സോഷ്യൽ മീഡിയയിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വാക്കാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ കടക്കൽ കത്തിവെച്ചോ ശകുന്തളേ എന്ന് ചോദിക്കുന്നത് പോലെ. അങ്ങനെ ഒരു ഒരു സംഭവം നടന്നോ? അങ്ങനെയാണോ കാണുന്നത്? ഇടതുപക്ഷം എങ്ങനെയാണ് കാണുന്നത് ഈ ഇടപെടലിനെ? ഇന്നലെയാണ് പരമോന്നത നീതിപീഠത്തിൽ ഇമ്രാൻ പ്രതാപ് ഖഡി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഗുജറാത്തിൽ നിന്നുള്ള രാജ്യസഭാംഗത്തിനെതിരെ ഗുജറാത്ത് പോലീസ് നടത്തിയിട്ടുള്ള ഒരു FIR റദ്ദ് ചെയ്തുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മേൽ സുപ്രീം കോടതി നടത്തിയിട്ടുള്ള വലിയൊരു നിരീക്ഷണമുണ്ട്. എ കൂൻ കെ പ്യാസി ബാത് സുനോ എന്ന് തുടങ്ങുന്ന ആ കവിത മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്താൽ ഇങ്ങനെയാണ്: രക്തദാഹികളെ കേൾക്കൂ, സത്യത്തിനായുള്ള പോരാട്ടം ശരിയെങ്കിൽ സ്നേഹത്തോടെ ഞങ്ങൾ അത് നിറവേറ്റും. കണ്ണുനീർ പോലുള്ള മെഴുകുതിരി ജോല എങ്ങും പ്രഭ ചൊരുത്തും. നിങ്ങളുടെ സിംഹാസനത്തിൽ ഞങ്ങളുടെ മൃതദേഹങ്ങൾ ഭീഷണിയെങ്കിൽ എത്ര വേണമെങ്കിലും സന്തോഷത്തോടെ സംസ്കരിക്കും ഞങ്ങൾ. രക്തദാഹികളെ കേൾക്കൂ. ഇതായിരുന്നു ഇമ്രാൻ പ്രതാപ് ഖഡി തന്റെ സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തതിന്റെ പേരിൽ അദ്ദേഹത്തിനു നേരെ ഗുജറാത്ത് പോലീസ് എടുത്തിട്ടുള്ള FIR അത് സുപ്രീം കോടതി റദ്ദ് ചെയ്തുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള നീതിയുക്തമായിട്ടുള്ള ഒരു വിധി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേൽ ഇന്നലെയാണ് ഇത് പുറപ്പെടുവിച്ചത്. എന്തുകൊണ്ടെന്നാൽ കേരളത്തിലെ സംഘപരിവാർ രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കുന്നവർ മലയാള സാഹിത്യം വായിക്കാതിരുന്നത് കൊണ്ട് NS മാധവൻ എന്ന് പറയുന്ന വന്ധ്യവയോധികനായ ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ്, സാംസ്കാരിക പ്രവർത്തകൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളതിന്റെ സന്തോഷത്തിലാണ് ഞാൻ. 2020 പാല് വിരിയുന്ന കാലം എന്ന് പറയുന്ന ഒരു ചെറുകഥ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് നേരെ അദ്ദേഹം നിശിത വിമർശനത്തോടെ എഴുതിയിട്ടുള്ള ചെറുകഥ ഒരുപക്ഷെ സംഘപരിവാറുകാർ വായിച്ചിരുന്നു എങ്കിൽ ഇന്ന് അദ്ദേഹം ജീവനോടെ ഉണ്ടാവില്ല എന്ന വേദനയോടുകൂടിയാണ് ഞാനിത് പറയേണ്ടി വരുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു കല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാംസ്കാരിക പ്രവർത്തനം, ഒരു സാഹിത്യ സൃഷ്ടി, ആ സാഹിത്യ സൃഷ്ടിയെ സമീപിക്കുക കലയ്ക്ക് വേണ്ടിയോ കല ജീവിതത്തിനു വേണ്ടിയോ എന്ന് 1970കളിൽ സഖാവ് EMS ചോദിച്ച കേരളത്തിന്റെ സാംസ്കാരിക നവോത്ഥാന മണ്ഡലത്തിലേക്ക് ഉയർത്തിവിട്ട ഒരു ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യം ഇന്നും അരനൂറ്റാണ്ട് കഴിയുമ്പോഴും പ്രസക്തമായി നിൽക്കുന്നു എന്നുള്ള വസ്തുതയിലേക്കാണ് എമ്പുരാൻ എന്ന സിനിമയ്ക്കു നേരെ ഇങ്ങനെ ചന്ദ്രഹാസം ഇളക്കിക്കൊണ്ട് സംഘപരിവാർ രാഷ്ട്രീയക്കാർ നടത്തുന്ന കേരള സ്റ്റോറി പുറത്തിറങ്ങിയപ്പോഴും TP51 വിട്ട് പുറത്തിറങ്ങിയപ്പോഴും ഒന്നും എന്തുകൊണ്ടാണ് ചോദിക്കാതിരുന്നത് അഡ്വക്കേറ്റ് അസ്കറെ? ഞാൻ അതിലേക്ക് വരാമേ. നിങ്ങൾ ഇതേ ചോദ്യം ചോദിക്കുമെന്ന് കേരള സ്റ്റോറിയെ സംബന്ധിച്ചും അതുപോലെ കാശ്മീർ ഫയൽസിനെ സംബന്ധിച്ചും ഇതേ അഭിപ്രായങ്ങൾ നിങ്ങൾ ചോദിക്കുമെന്നും കൃത്യമായിട്ട് നമുക്കറിയാലോ. അത് അറിഞ്ഞുകൊണ്ടല്ലേ നമ്മൾ ഇക്കാര്യങ്ങൾ പറയുന്നത്. ഇതില് എമ്പുരാൻ എന്ന് പറയുന്ന ഗോത്ര കലാപത്തെ സംബന്ധിച്ചാണ് എമ്പുരാൻ എന്ന സിനിമയിൽ സംഘപരിവാർ രാഷ്ട്രീയത്തെ നെറ്റിവിടുന്നത്. കാര്യം കോടിയ കട്ടവന്റെ തലയിൽ പപ്പും പൂടയും ഇരിക്കുന്നുണ്ടോ ഉണ്ടോ എന്ന സംശയമാണ് കേരളത്തിലെ സംഘപരിവാർ പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ നേതൃത്വം നൽകുന്ന RSSനും ഓർഗനൈസർക്കും ഉണ്ടായിട്ടുള്ളതെന്നാണ് വസ്തുത. അതിനപ്പുറം അതിനെ സംബന്ധിച്ച് പറയേണ്ടതില്ല എന്നുള്ളതാണ്. കേരള സ്റ്റോറിയും അതുപോലെ 32,000 കേരളത്തിൽ നിന്നും 32,000 മുസ്ലിങ്ങളെ ലവ് ജിഹാദിന്റെ പേരിൽ മുസ്ലിങ്ങൾ 32,000 പെൺകുട്ടികളെ ഇതര സമുദായക്കാരെ തട്ടിക്കൊണ്ടുപോയി എന്ന ഫിക്ഷനേറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ട് വെച്ചു കഴിഞ്ഞാൽ അത് വസ്തുതയാണോ? അതൊരു ഡോക്കു ഫിക്ഷൻ എന്ന രീതിയിലാണ് കേരള സ്റ്റോറി കേരളത്തിലും സിനിമ ചിത്രീകരണവും നടത്തി. ആ ഒരു കണക്കിൽ മാത്രമായിരുന്നു അതൃപ്തി ബാക്കിയുള്ളതിലൊന്നും കുഴപ്പമില്ല. അല്ല, നിങ്ങൾ കണക്കുകളെ സംബന്ധിച്ച് പറയുമ്പോൾ കണക്ക് മാത്രമാണ് ഇപ്പൊ എടുത്തു പറഞ്ഞത്. അല്ല, കണ്ടന്റിനെ സംബന്ധിച്ച് അതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യം തന്നെയാണ്. പക്ഷെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് ആ ആവിഷ്കാര സ്വാതന്ത്ര്യം കാണണം അല്ലെങ്കിൽ കാണാതിരിക്കണം എന്നുള്ളത് ഒരു ആസ്വാദകനെ സംബന്ധിച്ച് ആ കലയെ സമീപിക്കുന്നവനെ സംബന്ധിച്ച് അവന്റെ സ്വാതന്ത്ര്യമാണ്. ഇവിടെ ഏറ്റവും പരമപ്രധാനമായി നിങ്ങൾ കാണേണ്ടത് ഇപ്പോൾ നിങ്ങൾ രക്തദാഹികളായി തുടരുന്നു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്നത്. ഇതിൽ പൃഥ്വിരാജിനെ കുറിച്ചോ അല്ലെങ്കിൽ മോഹൻലാലിനെ കുറിച്ചോ അല്ലെങ്കിൽ ഗോപാലിനെ കുറിച്ചോ ചർച്ച ചെയ്യുന്നത് രക്തദാഹികൾ എന്ന് എടുത്തു പറയുന്നതുകൊണ്ട് CPM-നെ കുറിച്ച് അസ്കർ മാറിപ്പോയെന്ന് തോന്നുന്നു. ഇത് ഞാൻ എന്റെ കവിതയല്ല, ഇത് ഞാൻ എഴുതിയതുമല്ല. ഇത് ഞാൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇന്നലെ സുപ്രീം കോടതി സെറ്റിൽ ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ കവിതയെ സംബന്ധിച്ചാ പറഞ്ഞത്. ആർക്കെങ്കിലും പറയാനുള്ള ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ അസ്കർ, ഈ എന്താണ് ഗോത്ര സംഭവം? അല്ല, ഗോത്ര സംബന്ധിച്ച് RB ശ്രീകുമാറിന്റേതായിട്ട് വന്നിട്ടുള്ള ഒരു ഞാൻ പറയാം. ഗോത്ര സംഭവത്തിൽ നമുക്ക് നന്നായിട്ട് അറിയാലോ.
അതെന്താ? എന്താണ് എന്താണ് ആരെങ്കിലും ഗോദ്ര എന്തെങ്കിലും സംഭവം പറഞ്ഞാൽ- എന്നുള്ള അസ്കറിന്റെ വായിലൂടെ കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അങ്ങനല്ല. എന്താണ് നമ്പ്യാർ, ഗോദ്ര സംഭവം? ഗോദ്ര സംഭവത്തെ സംബന്ധിച്ച് RB ശ്രീകുമാർ നടത്തിയിട്ടുള്ള ഒരു ശ്രീകുമാറിനെ വെളിപ്പെടുത്തൽ. വിടെ അല്ല, ഇൻഡിപെൻഡന്റ് ആയിട്ട് അതെന്താ? ചിന്തിക്കുന്നേ. എന്തിനാ ഞാനിപ്പോ ഗോദ്ര സംഭവത്തെ സംബന്ധിച്ച് അഭിപ്രായം പറയേണ്ടത്? ഈ ഗോദ്ര സംഭവത്തിൽ ഞാൻ ദൃക്സാക്ഷിയോ എന്റെ നേരിട്ട് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലല്ല. അല്ല, ഞാൻ അല്ല, ചരിത്രത്തെ പഠിക്കുന്ന ആളെന്ന നിലയിലും ചരിത്രത്തിലൂടെ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ, ഒരു കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. മാത്രമല്ല ദൃക്സാക്ഷിയായിരുന്നു. അതല്ല, RB ശ്രീകുമാർ അന്ന് പോലീസിന്റെ ഗുജറാത്തിൽ പോലീസ് സിനിമ എടുത്തവൻ ദൃക്സാക്ഷിയായിരുന്നു. ഈ സിനിമയുടെ പ്രൊഡ്യൂസർ അതിന്റെ സംവിധായകനും സ്ക്രിപ്റ്റ് റൈറ്ററും അതിന്റെ ദൃക്സാക്ഷിയായിരുന്നു. മുരളി ഗോപിയോ പൃഥ്വിരാജോ അതിൽ അപ്പൊ പിന്നെ അതിലെ അഭിപ്രായം പറയാൻ പാടില്ലല്ലോ. അങ്ങനല്ല, ഒരു കലയായി കാണുന്നേ, കലയ്ക്ക് വേണ്ടിയാണെന്നുള്ള എല്ലാത്തിനും ബാധകല്ലേ അസ്കർ? അത് എവിടെയാണ് സാർ കലയുള്ളത്? ഇതിൽ കലയല്ല സാർ ഉള്ളത്, ഇതിൽ കൊലയാണുള്ളത്. അങ്ങനല്ല, സമൂഹത്തിന്റെ സാംസ്കാരികതയ്ക്ക് നേരെയുള്ള കൊലയാണ് ഇവിടെ ഉള്ളത്. അവിടെയാണ് അത് അങ്ങയുടെ അഭിപ്രായം. ഞാൻ പറയാം, മലയാള സിനിമയിൽ സമീപകാലത്തെ അതല്ല, നോ ഇഷ്യൂ അങ്ങേക്ക് പറയുന്നുള്ള സ്വാതന്ത്ര്യം. ഒരു ഇഷ്യൂ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങ് പറയുന്നതിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. അത് അങ്ങയുടെ നിലപാട് പറയേണ്ടത് അങ്ങയുടെ ഉത്തരവാദിത്തമാണല്ലോ. ഏറ്റവും പരമപ്രധാനമായിട്ട് ഇതിൽ കാണേണ്ടത്, കഴിഞ്ഞ മലയാള സിനിമയുടെ കഴിഞ്ഞ കുറെ നാളത്തെ ചരിത്രം പരിശോധിച്ച് മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളെ വില്ലന്മാരായി ചിത്രീകരിക്കുന്നു തരത്തിൽ വില്ലന്മാരായി വരുന്ന മലയാള സിനിമയിലെ വില്ലന്മാർ മുഴുവൻ മുസ്ലിം നാമധാരികളായി വരുന്നു. അത്തരത്തിലൊരു വലിയ മാറ്റം മലയാള സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് ആരെങ്കിലും സംശയിച്ചു പോയാൽ അത് മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്തുന്നതിനോ മുസ്ലിം സമുദായത്തെ അപകീർത്തിപ്പെടുത്തുന്നതിനോ വേണ്ടിയിട്ടാണ് എന്ന് ആരെങ്കിലും വാദം പറഞ്ഞാൽ അത് ഒരുപക്ഷെ ഇത്തരത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം, അതുകൊണ്ട് ഇനി ആ സിനിമകളൊന്നും കാണില്ല എന്നൊരു സമൂഹം തീരുമാനിച്ചാൽ അത് അങ്ങനെ കാണാൻ കഴിയുമോ? അങ്ങനെയാണോ ഇതിനെ കാണേണ്ടത്? ഇതിനെ സമീപിക്കേണ്ടത് വസ്തുനിഷ്ഠപരമായി. അതൊരു ഒരു കലാസൃഷ്ടി എന്ന നിലയിൽ ഏതെങ്കിലും അഡ്വക്കേറ്റ് അസ്കർ, ഗോദ്ര സംഭവം, ഗോദ്ര കലാപം അത് വളച്ചൊടിച്ചില്ല എന്ന് അസ്കറിനെ നെഞ്ചി കൈവച്ച് പറയാൻ പറ്റുമോ? ഞാൻ ആ സിനിമ കണ്ടില്ല, അടിസ്ഥാനപരമായി ഞാൻ അത് പോട്ടെ. എന്നാലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും ഒക്കെ ഒരു ഏകദേശം ഒരു ചിത്രം കിട്ടിക്കാണല്ലോ. അസ്കറിന് അറിയാവുന്ന ഗോദ്ര സംഭവം എന്താണ്? അത് മാത്രം പറഞ്ഞിട്ട് പോവാം നമുക്ക്. അല്ല, ഗോദ്ര എന്ന് പറഞ്ഞ കലാപം മുസ്ലിങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്ന ബോധപൂർവമായ ശ്രമം നടത്തിയ ന്നതിനു വേണ്ടി നേതൃത്വം നൽകിയത് രാകേഷ് സക്സേനയാണെന്ന് ശ്രീ RB ശ്രീകുമാറിന്റെ തന്നെ വെളിപ്പെടുത്തലുണ്ട്. അത് നമ്മുടെ മുന്നിലുണ്ട്. അതൊരു വസ്തുതയാണ്, ഒരു ഫാക്ടാണ്. ജസ്റ്റിസ് നാനാവതി കമ്മീഷന്റെ റിപ്പോർട്ടും ഒരു ഫാക്ടാണ്. ഇതിൽ ഓരോ വ്യക്തികളും തങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വയം പൊട്ടിത്തെറിച്ചതാണോ? നമുക്കിപ്പോ അത്തരം മഹാവിസ്ഫോടനങ്ങളെ സംബന്ധിച്ചല്ലല്ലോ നമ്മുടെ പ്രശ്നം. ഇതിൽ ഗോദ്ര ഒരു യാഥാർത്ഥ്യമായിരുന്നു. ഗോദ്രയിൽ ഒരു കലാപം നടന്നിരുന്നു. അതിനുശേഷം ഗുജറാത്തിലാകമാനം കലാപം നടന്നിരുന്നു. തുടക്കം കുറിച്ചത് ആര് തുടക്കം കുറിച്ചെന്നോ, ആര് അവസാനിപ്പിച്ചെന്നോ, ആര് വിതച്ചെന്നോ, ആര് കൊയ്തെന്നോ, അതിന്റെ ലാഭം കൊയ്തത് ആരാണെന്ന് ഭരിക്കുന്ന സംഘപരിവാർ എന്ന പേര് പറഞ്ഞ് ഉറഞ്ഞു തുള്ളുന്നുണ്ടായിരുന്നല്ലോ അഡ്വക്കേറ്റ് അസ്കർ. ഇപ്പൊ എന്താ, ആര് തുടക്കം കുറിച്ചെന്നോ ആര് ഒടുക്കം കുറിച്ചെന്നോ അതെന്താ മിണ്ടാതെ പോകുന്നത്? ഇതിൽ ആരുടെ തുടക്കമെന്നോ ആരുടെ അവസാനം എന്നുള്ളതല്ല, ആരാണ് ഇതിൽ ലാഭം കൊയ്തത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പരമപ്രധാനമായ പ്രശ്നം. ഇതിൽ ആർക്കായിരുന്നു ലാഭം? ഗുജറാത്തിലെയും ഇന്ത്യയിലുടനീളം ഇതാണ് പ്രശ്നം. ആ വസ്തുതകൾ ബോധപൂർവം മറച്ചുവെച്ചു, വസ്തുതകൾ വക്രീകരിച്ചു. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അതാര് ചോദ്യം ചെയ്യും? അല്ല, ചോദ്യം ചെയ്യണം, അത് പറ. എമ്പുരാൻ എന്ന സിനിമ ചരിത്രത്തെ അപനിർമ്മിക്കുകയോ ചരിത്രത്തെ ബോധം സൃഷ്ടിക്കുകയോ ചെയ്യുന്നതിനു വേണ്ടി ആയിരുന്നില്ല. അതൊരു കലയാണ്, കലയ്ക്കു വേണ്ടി മാത്രമാണ് എന്നുള്ള വസ്തുതയിലേക്ക് സമീപിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത് ഏറ്റവും മറ്റൊരു ഉദാഹരണം കൂടി പറയാം. ഒരുപക്ഷെ 1970-കളുടെ മധ്യത്തിലാണ് ധർമ്മപുരാണം എന്ന് പറയുന്ന വളരെ പ്രശസ്തവും അന്നത്തെ ഭരണകൂടത്തെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ശ്രീ OV വിജയൻ എഴുതിയ ഒരു വളരെ കാലിക പ്രസക്തമായിട്ടൊരു നോവൽ. ആ നോവല് ഇന്നും പ്രസക്തമാകുന്ന ഒരു നോവലാണ്. ഒരുപക്ഷെ ആ നോവലിന്റെ പുനർവായന നടത്തിയാൽ ഇന്ന് സംഘപരിവാർ രാഷ്ട്രീയത്തിൽ ഇരിക്കുന്ന നേതൃനിരയിൽ ഇരിക്കുന്ന ആളുകൾ ഇതിനേക്കാളും ശ്രീ OV വിജയന്റെ ഉറഞ്ഞു തുള്ളുമായിരുന്നു. അപ്പോ അത്തരത്തിലല്ല കലയെ സമീപിക്കേണ്ടത്. നമ്മുടെ പ്രശ്നം ഇക്കാര്യത്തിലുള്ള ഗോദ്ര കലാപത്തെ തുടർന്നും ഗുജറാത്ത് കലാപത്തിലും
സംഘപരിവാർ രാഷ്ട്രീയത്തിനും സംഘപരിവാർ നേതൃത്വത്തിനും ഉണ്ടായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ നാടൻ ഭാഷയെ പറഞ്ഞാൽ, കോഴിയെ കട്ടതിന് ശേഷം എന്റെ തലയിൽ പപ്പം പൂടെയിരിക്കുന്നു എന്ന തോന്നലുണ്ടോ എന്ന സംശയം ഇപ്പോഴും സംഘപരിവാർ പ്രവർത്തകർക്കും സംഘപരിവാർ നേതൃത്വത്തിനും ഉണ്ട് എന്നുള്ള വസ്തുതയാണ് എമ്പുരാനെതിരെ ഇത്തരം നീതിയുക്തമല്ലാത്ത അവിടെ ഉല്ലാസ് ബാബുവിന്റെ ഒരു മറുപടി അനിവാര്യമായിരിക്കുന്നു.